കേരളത്തിലെ കോൺഗ്രസിനെ ഏതെല്ലാം തരത്തില് ഇല്ലാതാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചർച്ചയും ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ 2026 കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിമാരെ ആകാൻ വേണ്ടി നിരനിരയായിട്ട് നിൽക്കുകയാണ്. ഓരോ മാസം ഒരാളെന്ന കണക്കിൽ വെച്ച് കൊടുത്താൽ പോലും 5 വർഷം കൊണ്ടും തീരാത്ത തരത്തിലാണ് മുഖ്യമന്ത്രി കുപ്പായം അണിഞ്ഞുകൊണ്ട് നേതാക്കന്മാർ അങ്ങനെ നിൽക്കുന്നത്. എല്ലാവരും മോഹിച്ചു തന്നെ നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന്, അതായത് ഹൈക്കമാൻഡിന്റെ ആളായിട്ട് തന്നെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിട്ടുള്ള, രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചിരിക്കുന്ന KC വേണുഗോപാൽ കേരളത്തിൽ വന്ന് കളം നിറഞ്ഞത്. KC വേണുഗോപാൽ തന്നെ ഇവിടെ വന്ന് കാര്യങ്ങൾ ഇടപെട്ടപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞു, ഞാൻ സ്ഥാനം മോഹിച്ചു വന്നതല്ല എന്ന്. സ്ഥാനം മോഹിച്ചാണ് വന്നതെന്നുള്ളത് പറയേണ്ട കാര്യമില്ല, അത് ഏവർക്കും തന്നെ അറിയാവുന്ന കാര്യവുമാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് എല്ലാ തരത്തിലും അതിൻ്റെതായ രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് പല തട്ടുകളിലാക്കുക എന്നുള്ള കാര്യമാണ് KC ചെയ്തത്. അങ്ങനെ KC വേണുഗോപാൽ വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ ഒന്നുകൂടെ കുഴപ്പത്തിലാക്കിയിട്ടിട്ട് പോയി. എപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പല കാര്യങ്ങളും KC വേണുഗോപാൽ ചെയ്യുന്നത്. കേരളത്തിന്റെ കാര്യത്തിൽ ഈ രാജ്യത്തിനകത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ചുമതലയുള്ള ആളാണ് KC വേണുഗോപാൽ. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം വന്ന് കിടന്നത്? കാരണം ഏക പ്രതീക്ഷ ഇവിടെ മാത്രമാണ്. മറ്റുള്ളിടങ്ങളിലെല്ലാം തന്നെ കട്ടയും ബോർഡും ഒക്കെ മടങ്ങി. ഇനി അവിടെ പോയി നിന്നിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ CPM-ന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെയാണ്. എന്നാലും ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയുമുണ്ട്. അവിടെ ഒന്നും പോകാതെ KC വേണുഗോപാൽ ഇവിടെ തന്നെ വന്ന് കിടന്ന് കറങ്ങിയതിന്റെയും കാര്യം എന്താണ്? 26-ൽ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3-4 പേര് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കലഹിക്കുമെന്നറിയാം. ഈ അവസരത്തില് KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയുമാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് കേരളത്തിലെ ഈ കലഹം പലതരത്തിലും മൂത്തപ്പോഴാണ് ഹൈക്കമാൻഡ് ഇവിടുന്ന് എല്ലാവരെയും കൂടി അങ്ങോട്ടേക്ക്, മുതിർന്ന നേതാക്കന്മാരെ സഹിതം അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. ഈ അവസരത്തില് K മുരളീധരനും VM സുധീരനും പറഞ്ഞ ഒറ്റ കാര്യം, രാഹുൽ ഗാന്ധിയെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കണം, അല്ലാതെ ഒന്നും ഗ്രൂപ്പായിട്ടൊന്നുള്ള ഒരു സംസാരമല്ല വേണ്ടത്, ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് കാണണം എന്ന് പറയുകയുണ്ടായി. സാധാരണ ഈ രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് ഒറ്റയ്ക്ക് കയറുമ്പോൾ പോലും ആ മുറിയിലേക്ക് KC വേണുഗോപാലും ചാടിക്കയറും. രാഹുൽ ഗാന്ധിയെയോ അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയോ കാണുമ്പോൾ KCയും കയറും. ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ KCയാണ് കാര്യങ്ങൾ മുഴുവൻ, ചരട് മുഴുവൻ വലിച്ചുകൊണ്ടിരുന്നെന്നുള്ളത് വ്യക്തമാണ്. ഈ K മുരളീധരനും VM സുധീരനും ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം അങ്ങോട്ട് മുമ്പോട്ട് വെച്ചു. കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ KC വേണുഗോപാൽ വരണ്ട എന്നിവർ ശക്തിയുക്തം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടുത്തെ നേതാക്കന്മാരുണ്ട്, അവർ തന്നെ ധാരാളമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ചുമതല കൂടി ഈ KC വേണുഗോപാൽ ഉണ്ടല്ലോ. അവിടുത്തെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിലല്ല കൂടുതൽ താല്പര്യം, കേരളത്തിലെ കാര്യങ്ങൾ ഇടപെടാനാണ്, ഇവിടെ കുളം കലക്കാനാണ് KCയുടെ താല്പര്യം. ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് കേരളത്തിലെത്തി ഇവിടെ കുളം കലക്കിയിട്ട് പോയത്. ഈ വിവരം K മുരളീധരനും VM സുധീരനും രാഹുൽ ഗാന്ധിയുടെ അടുക്കൽ ഒറ്റയ്ക്ക് ധരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒറ്റയ്ക്ക് ധരിപ്പിച്ചപ്പോൾ
ഇനി KC വേണുഗോപാൽ കേരളത്തിലെ കാര്യങ്ങൾ നോക്കണ്ട എന്നുള്ള ഒരു തീരുമാനം എത്തി. AK ആന്റണി ഉൾപ്പെടുന്ന മുതിർന്ന നേതാവായിട്ടുള്ള AK ആന്റണി ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു 13-അംഗ കോർ കമ്മിറ്റി രൂപീകരിച്ചു. അവര് കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ നോക്കും എന്ന് തീർച്ചപ്പെടുത്തി. KC വേണുഗോപാൽ ഇങ്ങോട്ടേക്ക് കയറി വരണ്ട. KC വേണുഗോപാലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇവിടെ കലക്കുക. മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി പലതരത്തിലുള്ള ശ്രമവും എല്ലാ തരത്തിലും ഉണ്ടാക്കുക. അതിൻ്റെതായ രീതിയിൽ എല്ലാം തന്റെ കാൽ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള തന്ത്രമാണ് KC ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. KCക്ക് അറിയാം ഇനിയിപ്പോ ശിഷ്ടകാലം കേരളത്തിലെ ഉള്ളു രക്ഷ, അല്ലാതെ അവിടെ കേന്ദ്രത്തിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അവിടെ ഹൈക്കമാൻഡിൽ അങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ ചൊല്ലി കലഹമാണെന്നുണ്ടെങ്കിൽ സമയമാകുമ്പോൾ KC വേണുഗോപാലിനെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടും. അത് ഇവർക്കെല്ലാം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. കാരണം രാഹുൽ ഗാന്ധി ഇറക്കി വിടുന്നതാണല്ലോ. മല്ലികാർജുൻ ഖാർഗെ അല്ല, ഖാർഗെ നമ്മൾ കൂട്ടണ്ട. അതാ ഒരു പേരും കടൽ കിഴവനായിട്ട് ഒരിടത്ത് ഇരിക്കുന്നേ ഉള്ളൂ. ഖാർഗെ അല്ലെങ്കിൽ പോലും ഖാർഗെ പറഞ്ഞാലൊന്നും ആരും വകവയ്ക്കാറുമില്ല. ഖാർഗയ്ക്ക് KC വേണുഗോപാലിനെ ഒന്നും നിയന്ത്രിക്കാനൊന്നും ഉള്ള ശേഷിയില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പോലും യഥാർത്ഥം ചെയ്യുന്നത് എന്താണ്? രാഹുൽ ഗാന്ധിയെ പോലും നിയന്ത്രിക്കുകയും കാര്യങ്ങൾ ധരിപ്പിച്ച് KC വേണുഗോപാലിന്റെ ട്രാക്കിലൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള KCയാണ് കേരളത്തിൽ വന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. 26-ൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ എത്തിക്കണം എന്നുള്ളതല്ല, തനിക്ക് മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് KC കണ്ട ഏറ്റവും വലിയ സ്വപ്നം. കാരണം ദേശീയ തലത്തിൽ എന്തായാലും ഇനി ഒരു രക്ഷയില്ല എന്നുള്ളത് അവർ ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി ഒരു നീക്കവും അവിടെ വിജയിക്കത്തില്ല. കാരണം BJP അത്രത്തോളം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇത് KC വേണുഗോപാലിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ കേരളത്തിലുള്ള എത്രയോ MP-മാര് തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനും ബെന്നി ബെഹനാനും അതുപോലെ തന്നെ ശ്രീകണ്ഠനും ഹൈബി ഈഡനും അടൂർ പ്രകാശും ഒക്കെ തന്നെ, രാജ്മോഹൻ ഉണ്ണിത്താനും ഇപ്പോൾ അടൂർ പ്രകാശും ഒക്കെ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ മന്ത്രിമാർ കൂടിയാകുകയാണ്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലം നോക്കി മുമ്പോട്ട് പോകാമെന്നുള്ള കണക്കുകൂട്ടലാണ്. പക്ഷെ അതിന് ഹൈക്കമാൻഡ് തടയിട്ടു എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് കാണുന്നത് അവർ അവിടെ തന്നെ നിൽക്കണം, ഇവിടെ മറ്റു നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഇത്തരത്തില് പലരും പല മോഹങ്ങളും ഒക്കെ വെച്ച് മുമ്പോട്ട് പോവുകയാണ്. കാരണം കേന്ദ്രത്തിൽ ഇനിയും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാലും ഇങ്ങനെയുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും KCയെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. KC കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കട്ടയും ബോർഡും ഒക്കെ മടങ്ങി എന്നുള്ളതാണ്.